ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം ഈ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്തിപ്പെട്ടായിരുന്നു മിലാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മന്ദിർ കണ്ടപ്പോഴേക്കും ഈ മന്ദിറിൽ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബാബാജി ഉണ്ടായിരുന്നു. അപ്പോൾ ബാബാജി പറഞ്ഞ് കുഴപ്പമില്ല, ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇപ്പോൾ ഇവിടെ പുറത്ത് തന്നെ കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ കിടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഒന്ന് പാക്ക് ആയിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ നല്ല രസമുള്ളൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ട ബാബാജിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ കുട്ടൂസിനെയൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടാണെങ്കിൽ ഈ ഒരു മന്ദിറിലായിരുന്നു, അതായത് ഇവിടെ ഹനുമാൻ്റെ പ്രതിഷ്ഠയുണ്ട്, അതുപോലെ തന്നെ ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഇവിടെ ഒരു ദേവിയുടെ പ്രതിഷ്ഠയൊക്കെ കാണാൻ നല്ലൊരു ശാന്തതയോടുകൂടിയുള്ള ഒരു ആംബിയൻസ് വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള ഹൈവേ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നതിന് കുട്ടൂസിനെ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് മന്ദിറിൽ കയറിയ സമയത്ത് 2 പയ്യന്മാർ നമ്മളോട് ഒന്ന് കമ്പനി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കുട്ടൂസിനെ കണ്ടിട്ട് നമ്മുടെ യാത്ര ഇഷ്ടപ്പെട്ടിട്ട് അവന്മാർ വന്നിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമൊക്കെ പേരൊക്കെ എഴുതി എടുക്കണമായിരുന്നു. ആ സമയത്ത് നമ്മൾ വന്ന് കണ്ടത്. അപ്പോൾ എന്തായാലും അവന്മാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. आपका नाम क्या है? अंकित. अंकित प्रशांत कितना क्लास में पढ़ाई? 9th 7th 9th. अभी गाड़ी आएगा, स्कूल बस आएगा. അപ്പോൾ സ്കൂൾ ബസ് നോക്കിയിരിക്കണ സമയത്താണ് നമ്മുടെ കുട്ടൂസിനെ കണ്ടിട്ട്. അപ്പോൾ അവർ നമ്മുടെ യൂട്യൂബിൻ്റെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരൊക്കെ എഴുതി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മന്ദിറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ എത്തിയ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അഹമ്മദാബാദ്. അപ്പോൾ യു.പിയിലെ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ മൊറാദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. മൊറാദാബാദിലേക്ക് വരുന്ന 40 കിലോമീറ്ററാണ്. മൊറാദാബാദ് പോയിട്ട് വേണം ഇനി അവിടെ നിന്ന് ഡീവിയേഷൻ വരും റോഡുകൾ. അവിടെ നിന്ന് വേണം നമ്മൾ അടുത്ത മീറൂട്ടിലേക്ക് പോകാനായിട്ടുള്ള റൂട്ട് നോക്കിയിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ തന്നെ മൊറാദാബാദ് എത്തുമെന്ന് തന്നെ വിചാരിക്കണം, കാരണം 40 കിലോമീറ്റർ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമ്മൾ രാവിലെ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയല്ല ഇപ്പോൾ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കട്ടെ. ഇതെന്ന് പറഞ്ഞാൽ ചാണാനുണ്ടല്ലോ, ചാണാനെടുത്തിട്ട് അവർ വൈക്കോലിൻ്റെ പൊടി പോലെ ആക്കിയിട്ട് വൈക്കോലും ചാണാനും കൂടി മിക്സ് ചെയ്തിട്ട് ഇവരിങ്ങനെ ഡിസ്ക് പോലെ ആക്കി ഉണക്കാൻ വേണ്ടി വെക്കണ കാഴ്ചയുണ്ട്. ഇതിപ്പോൾ ഓരോ വീടുകളുടെ ഭാഗത്തൂടി പോകുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ആ പാടത്ത് നോക്കണമെങ്കിൽ പാടത്ത് മുഴുവനായിട്ട് ആൾക്കാർ ഇപ്പോൾ അതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഉണങ്ങിക്കഴിയാൻ നേരത്ത് ഇവർ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. ഇപ്പോൾ തണുപ്പും കൂടി ആയതുകൊണ്ടിട്ട് എല്ലാവർക്കും ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അടുപ്പ് കത്തിക്കാനാണെങ്കിലും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഓരോ വീടുകളുടെ മുറ്റത്താണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതുപോലത്തുള്ള ഡിസ്കുകൾ കണ്ടിട്ട് ഇതിലാണ് അവർ കൂടുതലും തീ കൊടുത്തിട്ട് കനൽ കായണത്. ഇത് ഇപ്പോൾ ചാണാനെന്ന് പറഞ്ഞാൽ ഇതുപോലെ വൈക്കോലൊക്കെ മിക്സ് ചെയ്ത് ഉണക്കി കത്തിക്കാൻ നേരത്തെന്ന് പറഞ്ഞാൽ കുറേ നേരം കനൽ പോലെ നിൽക്കുകയും ചെയ്യും. അതുമാത്രമല്ല നല്ല ചൂടായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ അട്ടിയായി ഡിസ്ക് പോലെ ഉണ്ടാക്കി വെച്ചേക്കണത്. ഇപ്പോൾ ഗുജറാത്ത് ഭാഗങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ എല്ലായിടത്തും ഇത് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കട്ടെ. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളിലുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഈ ദാബയിൽ വന്നിട്ട് കുറേ നേരമായിട്ട് ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടൂസനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന തണലായിരുന്നു. ഇപ്പോൾ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടൂസനെ എടുത്തിട്ട് ഇനി യാത്ര തുടങ്ങണം. അപ്പോൾ ഈ ഭായ് സാഹിബിൻ്റെ ഹോട്ടലായിരുന്നു കേട്ടോ നമ്മൾ എന്ന് വെച്ചാൽ. ആ ഭായ് സാഹിബ് आपका नाम? मेरा नाम രാഹുൽ യാദവ് എന്നാണ്. അപ്പോൾ നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ടായിട്ടാ. അതുപോലെ തന്നെ ഭായ് സാഹിബ് आपका? രാകേഷ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഈ ഹോട്ടലിലെ സ്പേസ്. അപ്പോൾ അത്യാവശ്യം ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായതുകൊണ്ടിട്ട് നമ്മൾ പതുക്കെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ ഇതാണ്ട് അവയുടെ പേരെന്ന് പറഞ്ഞാൽ രാഹുൽ ദാബ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫോട്ടോ കാണുന്ന പുള്ളിക്കാരനുണ്ട്. നമ്മളിപ്പോൾ ആ കൗണ്ടറിൽ നിന്ന് പരിചയപ്പെട്ട അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് എന്തായാലും ദാബയുടെ ആംബിയൻസ് ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ബൈ സോ
ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് വന്നിട്ടിരിക്കണേ. അപ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ പോകുന്ന ഹൈവേൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് സൂര്യൻ അസ്തമിച്ച് വരുന്നത് കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് വളരെ നല്ല രസമുണ്ടാകും. അങ്ങനെ സമയം ഇപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്നും നിന്നിട്ടൊന്നുമില്ല, പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ ഈ ഹൈവേയിലൊക്കെ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമ്മളത് കുറച്ച് ദൂരം കൂടി പോയിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞ വഴിക്ക് ഒരു കടയിൽ നിന്ന് ബിരിയാണിയൊക്കെ മേടിച്ചിപ്പോൾ പാർസൽ കവറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പോകുന്ന വഴിക്ക് മിക്കവാറും ഇന്ന് പെട്രോൾ പമ്പിൽ അതല്ലെങ്കിൽ നല്ല ഏതെങ്കിലും സ്ഥലം ക്യാമ്പ് ചെയ്യാൻ വേണ്ടി കാണണമെങ്കിൽ വെട്ടമൊക്കെ ഉള്ള സ്ഥലം കാണണമെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടക്കണം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട പെട്രോൾ പമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പെട്രോൾ പമ്പായിരുന്നു. അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബിൽഡിംഗ് ഒഴിഞ്ഞ് കിടക്കണതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൈഡിൽ അവിടെ ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിലെ ചേട്ടനോട് പോയി ചോദിച്ചായിരുന്നു. ചേട്ടൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ കട ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക്